കേരള സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിലും അത് വ്യക്തതയോടുകൂടി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് 142 നിന്ന് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല, കേരളം അതിനോട് യോജിക്കുന്നില്ല എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലപാട്. മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടും ആ കാര്യങ്ങളൊന്നും ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്, ഡാം സേഫ്റ്റി അതോറിറ്റി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഡാമുകളുടെ സുരക്ഷ പരിശോധിക്കണം എന്ന ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഡിസംബർ 31 മുമ്പ് നടക്കേണ്ട കാര്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ ഇതുവരെ ആ സുരക്ഷാ പരിശോധന പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബേബി ഡാമിൻ്റെ ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും സുപ്രീം കോടതി പറഞ്ഞതുപോലും നടക്കാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരാവശ്യം തമിഴ്നാട് ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രഖ്യാപനം തമിഴ്നാട് നടത്തിയത് തീർച്ചയായിട്ടും അത് ഏറ്റവും നിർഭാഗ്യകരമാണ്. അതിലുപരിയായി ഈ 142 അടിയിൽ നിജപ്പെടുത്തിയിരിക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് അത് കേരളത്തിൻ്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്. അതിന് മാറ്റം വരുത്താൻ ഇപ്പോൾ കേരളത്തിനോ തമിഴ്നാടിനോ അവകാശമില്ല. അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടുകൾ സുപ്രീം കോടതി പരിശോധിച്ച് ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇക്കാര്യങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കും. ഇന്നലെ തമിഴ്നാടിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്ന ശേഷം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ പ്രശ്നം സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിലുള്ള അടിയന്തര യോഗം ചേർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലപാട് വ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനും കേരള ജനതയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്താനും കഴിയുന്ന വിധത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം അഭിപ്രായ സമന്വയത്തോടെ പരിഹരിക്കണം. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യക്തമായ അല്ല. മുഖ്യമന്ത്രി നമ്മുടെ രണ്ട് സംസ്ഥാനത്തും പുതിയ ഗവൺമെൻറ്റുകളാണ്. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാരുമായി ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾക്ക് കേരള സർക്കാർ ശ്രമം നടത്തുന്നതാണ്. അത് തമിഴ്നാട് എങ്ങനെ അതിനോട് നിലപാടെടുക്കുമെന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായ സമന്വയത്തിന് വേണ്ടി തമിഴ്നാട് സർക്കാരുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച് കേരളം പരിശോധിക്കുന്നത്. എന്താണ് ഈ കഴിഞ്ഞ സർക്കാരിന്റെ നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ 10 വർഷം ഒന്നും സംഭവിച്ചില്ല. 10 വർഷക്കാലം ഇവിടെ നമുക്കറിയാലോ ഇക്കാര്യത്തിൽ എന്താ വല്ല തീരുമാനം ഉണ്ടായോ? ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ കണക്കാണ്, കാര്യങ്ങൾ നടന്നിട്ടില്ല. അത് ഇപ്പോഴും നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയമാണ്. സുപ്രീം കോടതിയെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളും നമ്മുടെ ജനങ്ങളുടെ ആശങ്കയും എല്ലാം ബോധ്യപ്പെടുത്തി ഇക്കാര്യങ്ങളിൽ കേരളത്തിന് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട ദൗത്യം. അത് സംസ്ഥാന ഗവൺമെൻറ് കൃത്യതയോടെ നിർവഹിക്കും. ഈ തോട്ടപ്പള്ളി സ്റ്റീലിന്റെ വിഷയത്തിലെ അവിടെ കൃത്യമായിട്ടുള്ള നവീകരണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അല്ല, മുന്നൊരുക്കം എങ്ങനെ പാടുന്നത്? അവിടെ ഇപ്പം തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അവിടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പിന്നെ വേസ്റ്റ് വന്ന് അടിഞ്ഞുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സുഗമമായി വെള്ളം ഒഴുകി പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടാണ് ഇപ്പോൾ കോട്ടയത്തും അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്നത്. അത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ചുമതലയിൽ നല്ല നിലയിൽ അക്കാര്യങ്ങൾ കോർഡിനേഷൻ നടന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലുള്ള സമയോചിതമായ ഇടപെടലുകൾ ഇപ്രാവശ്യം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടും പ്രളയബാധിത പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്രാവശ്യം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുക. കാരണം അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യതയോടെ ഇടപെടലുകളും സർക്കാരിൻ്റെ സഹായം എത്തിക്കലും എല്ലാം നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ ഒരു മലയാളിയെ ഉൾപ്പെടുത്തുന്നതായിരുന്നു നേരത്തെ അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു ഒഡീഷക്കാരനാണ്. അപ്പോൾ നേരത്തെ കേന്ദ്രം ഈ മലയാളിയായിട്ടുള്ള ഈ കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയ സമയത്തും ഒരു IIT-കാരനാണ് പ്രതിനിധി ചെയ്തത്. അപ്പോൾ അതൊരു പ്രശ്നമുണ്ടോ ഇതിൽ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. മലയാളിയെ ഉൾപ്പെടുത്തുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മലയാളിയെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥയില്ല. ഇതിലെന്ന് കേരളത്തിൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞുകൊണ്ട് കേരളം നിർദ്ദേശിക്കുന്ന പ്രതിനിധി വരിക എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. തമിഴ്നാട് നിർദ്ദേശിക്കുന്ന പ്രതിനിധി തമിഴ്നാടിൻ്റെയും. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ശിവരാജനെയാണ്. ശിവരാജനെ നീക്കം ചെയ്തുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു കേരളത്തോട് ആലോചിക്കാതെ ഒരു പ്രതിനിധിയുടെ പേര് വന്നു. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നറിയിച്ചു. അങ്ങനെ മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ജലശക്തി മന്ത്രിയെയും അതുപോലെ ജലശക്തി മന്ത്രാലയത്തെയും നമ്മുടെ ഒബ്ജക്ഷൻ അറിയിച്ചു. കേരളത്തിൻ്റെ പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ കേരളത്തിന് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് അവർ പാനൽ തരുവാണ്. ആ പാനലിൽ നിന്ന് നമ്മൾ പേരുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് കേരളത്തിന് ഗുണകരമായി കേരളത്തിന് വേണ്ടി നിലപാടെടുക്കാൻ കഴിയുന്ന വ്യക്തികളെ നമ്മൾ പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഡീസക്കാരനായ അശുതോഷ് ദാസിനെ നമ്മൾ കേരളത്തിൻ്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയോടും വകുപ്പ് തലത്തിലും ആലോചിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്തു. ആ പേര് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ. കാരിത്താസിൽ ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും ഈ ദുരിതാശ്വാസ പ്രളയക്കെടുതിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യമാണ്. സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നതോടൊപ്പം നമ്മുടെ ആശുപത്രികളും അതുപോലെ സന്നദ്ധ സംഘടനകളുമെല്ലാം വലിയ ഒരു സഹായത്തോടുകൂടി മുന്നോട്ട് വരാൻ തയ്യാറായെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിനെയും കാരിത്താസ് ഗ്രൂപ്പിനെയും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. MLA-മാരായ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ മിനുമോൻ MLA-യും ഉൾപ്പെടെ നാട്ടകം സുരേഷ് അടക്കം നമ്മുടെ MLA-മാർ ജനപ്രതിനിധികളെല്ലാവരും ഒക്കെ ഞങ്ങൾ ഒക്കെ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കാരിത്താസ് ആശുപത്രി ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. മെഡിക്കൽ ടീം അടക്കം 10 സ്ഥലങ്ങളിലേക്ക് കാരിത്താസ് ആശുപത്രിയിൽ നിന്ന് ഒരേപോലെ പോവുകയാണ്. അപ്പം പ്രളയ ദുരിതത്തിൽ വിഷമിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചികിത്സാ സൗകര്യങ്ങളോ മറ്റാവശ്യങ്ങളോ വേണ്ടി വന്നാൽ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരുന്നത് പ്രായോഗികമല്ല, ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. ആ നിലയിലുള്ള വലിയ ഒരു സഹായകരമായ നിലപാടാണ് ഇപ്പോൾ കാരിത്താസ് ആശുപത്രി എടുത്തിട്ടുള്ളത്. കാരിത്താസ് ആശുപത്രിയെ ഗവൺമെൻറ്റിന് വേണ്ടിയും ജനപ്രതിനിധികൾ എന്ന നിലയിലും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആ ചടങ്ങുകളിലേക്ക് കടക്കാം.